ശാംഭവിയേ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അവളങ്ങ് പോയി. ജയചാച്ചി എണീറ്റ് അതായിരിക്കും. ഇതിനിത് ചേച്ചാൻ ഇവിടുന്ന് തേച്ച് കൊടുക്ക്. ആ ചേച്ചാൻ ഇഷ്ടപ്പെടാം. രണ്ടും കൂടെ തേച്ച് നോക്ക്. രണ്ടും കൂടെ തേച്ച് നോക്കിയിട്ട് ഏതാ മറ്റേ കൂടെ ഒന്ന് തേച്ച് നോക്ക്. ഓൺലൈൻ മേടിച്ചത് നല്ല ഡാവറിന്റെ രണ്ട് റെഡാ. ഒന്ന് റെഡ് ഒന്ന് ഒരുമാതിരി ഇച്ചിരി കടും കളറാ. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ ടേസ്റ്റ് അല്ല നോക്കിക്കേ വായിക്കാതെ വെച്ച് നോക്കാൻ. ചുമ്മാ ഒന്ന് ഇട്ടിട്ട് ഏത് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കഴിയില്ലേലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ആ അതാ ഞാൻ പറഞ്ഞേ. ഓക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞില്ലല്ലോ. അവന്റെ ഒരു വയറ് അപ്പുറം വശം വീർത്തിരിക്കുന്നുണ്ടോ? കരണ്ട് പോയപ്പം തീ വെക്കാൻ പറഞ്ഞ് നിന്റെ ചെവിക്കിട്ട് അടിച്ചെന്നാണല്ലോ നീ പറയുന്നേ, മുടിക്കിട്ട് പഠിച്ചെന്നാണോ നീ പറയുന്നത്? അത് ശാംഭവി അടിച്ചെന്ന് ഞാൻ അവളോട് ചോദിച്ചു നോക്കട്ടെ. സോറിയോ? എന്നാത്തിന് സോറി? എന്നാ നീ ചെയ്തേ? ആരാ മാന്തി? ഇവിടെ നോക്കിക്കേ. ആരാ മാന്തിയ? നീയാ വിളിച്ചേ? ആരാ മാന്തിയേ? നാരായണ ചേച്ചിയോ? അവളെ തല്ലിയിട്ട് ഉമ്മ കൊടുത്താൽ എല്ലാ പരിപാടിയും തീരുവോ? ക്ഷമിക്കടി. എനിക്കെന്തിനാ ഉമ്മ തരുന്നത്? എനിക്ക് തല്ലില്ലോ. ഇനി അവളെ തല്ലുവോ? അവളെ നല്ല ആരെ തല്ലില്ല. ഞാൻ ഇവിടെ സൈഡിൽ കിടക്കുക, കയ്യെ പിടിച്ച് വലിച്ച് ഞാൻ താഴെ കിടന്നു. നീ എന്നെ ഇങ്ങനെ മയങ്ങി കിടക്കണോ? അമ്മ ഞാൻ ചുമ്മാ കിടക്കുമായിരുന്നു. ഞാൻ അറിയുന്നു ഇവള് മേടിച്ച് വലിക്കാൻ പോന്നെ. ഇപ്പൊ ഈ ഉമ്മ വന്നതൊക്കെ വളരെയധികം സോപ്പിങ്ങാണ്. സോപ്പിങ്ങിന് യാതൊരു. ഇനിയും നാരായണി റെഡി. ഇനി നാരായണി നീ തല്ലുവോ? സോറി പറ. ശരി. നീ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ഭയങ്കര വികൃതിയായി മാറുവാണല്ലോ. എന്നാ ചെയ്യണ്ടേ? ഫോൺ ഇവിടെ വെച്ചേ. ശാംഭവി ഫോൺ ഇവിടെ വെച്ചേ. ലോക്കുണ്ട്. ഗ്രൂപ്പില് ഫോൺ എടുത്തുള്ള കളി വേണ്ട. ഫോൺ എടുത്തുള്ള കളി വേണ്ട. ഒരു ഗ്രൂപ്പിൽ ഒന്നും വേണ്ട. ഫോൺ എടുത്തുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. ആ ഏതമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ? എൻ്റെ സിംബ കിടക്കുന്ന പാവം. അവിടെ വെയിലുണ്ടേ. പുള്ളി അങ്ങ് വെയിലത്തും കിടക്കുക പാവം. മഴയ്ക്ക് മൂടി വരും, എന്നിട്ട് പിന്നെ വെയിൽ വരും. പിന്നെ മഴയ്ക്ക് മൂടും, പിന്നെ വെയിൽ വരും. ചാച്ചാച്ചി ഉറക്കമാണെന്ന് തോന്നുന്നു. അതെ അതെ, ചാച്ചാച്ചി ഉറക്കുക. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? തന്നെ സംസാരിക്കണോ? അടിപൊളി. സിംബ നീ എണീറ്റോടാ? അവിടെ കിടന്നു. ഇവന് ആരോടാ പറഞ്ഞ് എണീറ്റ് വരാൻ? അവിടെ പോയി കിടന്നോ. വാ വാ. കണ്ടോ മഴ ഇങ്ങനെ വന്ന് തൂളിയിട്ട് ഇതേ വെയിൽ വന്നു.
കുറുക്കൻ്റെ കല്യാണം, മഴയും വെയിലും. കുറുക്കൻസിൻ്റെ കല്യാണം. ഇവിടെ അരച്ചേട്ട ഒന്നും തോന്നുന്നു വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടൊക്കെ വരെ പോയേക്കുമായിരുന്നു. ഉണ്ടോ സിംബ നോക്കിയിരിക്കുന്നുണ്ടോ? അപ്പം നേരത്തെ ശാമ്പൂവി ആയിരുന്നു. അപ്പോൾ ശാമ്പൂവിക്ക് വലിയ ജാടയായി. പിന്നെ സിംബ ഇപ്പം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേട്ടാ. ഉണ്ടോ ഉണ്ടോ എൻ്റെ പൊന്നെ, എൻ്റെ നോട്ടം കണ്ടോ? എടീ നിന്റെ അപ്പ വന്നാ നേരത്തെ നീ വന്ന് നോക്കുമായിരുന്നു നിന്റെ അപ്പ വരുമ്പോ. ഇപ്പൊ സിംബായാ നോക്കുന്നേ, കണ്ടോ? ആ സിംബായ നേരത്തെ ശാംഭവിയായിരുന്നു നോക്കിയിരിക്കുന്നത്. ഇപ്പൊ സിംബായ ഇങ്ങനെ സിംബ ആ നോക്കിയിരിക്കുന്നേ. അയ്യോ 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 ചേച്ചാ അന്നേരം അവിടെ നിന്ന് ഉറങ്ങിയതാ. ചേട്ടാ ഇല്ലേ ചേച്ചാച്ചൻ്റെ മറ്റേ ഇത് ഓഫായി പോവും, മെയിൻ സ്വിച്ച് ഓഫായി പോവും. ആ ചിലപ്പോൾ വൃത്തിയാക്കുമ്പോൾ അതെല്ലാം നശിച്ചു പോകുന്നേ. എൻ്റെ കുഴപ്പമില്ലല്ലോ. ചേട്ടൻ എത്ര താമസിച്ചേ? ഈ ഷെബിലൂടെ 35 വരെ ഒന്നും പോകത്തില്ലല്ലേ? പിന്നെ അവിടുന്ന് അമ്മ വിളിച്ചായിരുന്നു. പപ്പായ്ക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനെ തീരെ ഒട്ടും വയ്യ, എണീക്കത്തുമില്ല. പിന്നെ എന്തിനും സംസാരിക്കുവാണെങ്കിൽ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും. പറയുന്നൊന്നും തിരിയത്തൊന്നുമില്ലെന്ന്, സംസാരിക്കുന്നൊന്നും തിരിയത്തില്ല. കണ്ണെപ്പോഴും ഇങ്ങനെ ഇറുക്കി അടച്ചോണ്ട് ഇങ്ങനെ വെക്കുമെന്ന്. അങ്ങ് പോയിക്കൂടായിരുന്നു. ഇനിയിപ്പോൾ ശല്ലേ അതൊന്നാ മഴയാ. ഇപ്പൊ വെയിലായിരുന്നു. ഇപ്പൊ നല്ല വെയിലായിരുന്നേ. എവിടെ പോവാ? കേട്ടോ ഇവിടെ നിൽക്കുകയല്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ വെളിയിറങ്ങിയല്ലോ. അതാണ് വെള്ളത്തിൽ മഴ വന്ന് വെള്ളം വരുന്നതിന് മുന്നേ അവിടെ മൂടി. സിംബയാണ് ചേട്ടായെ നോക്കി ഇരിക്കുമായിരുന്നു. സിംബ തല തീരിയിട്ട് എനിക്കിനി വേറെ പെണ്ണ് കെട്ടാൻ ചേട്ടാടെ വീട്ടിലോട്ട് അങ്ങനെ കുഴപ്പമില്ല. എന്റെ വീട്ടിൽ തന്നെ നീ ഞാനായിട്ട് പോയപ്പോരെ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആകേണ്ട ആവശ്യമില്ല. ആൾക്കാരൊക്കെ ഒരുങ്ങുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണോ? പിന്നല്ലേ ഒറിജിനല് പറ്റിയല്ല അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒറിജിനല് അതുകൊണ്ടല്ലേ എനിക്ക് ഒറിജിനൽ അക്സെപ്റ്റ് ചെയ്യാം. ഇതുകൂടി ശമ്പൂട്ടാ പോയിട്ട് വരാവേ. ചേച്ചിയോ ചേച്ചി ചവിട്ട്. ആ വരും വരാ വരുന്നെങ്കിൽ വാങ്ങോട്ടെ, സമയം പോകുന്നു. മഴയില്ല വായട്ടാ. ഓ ഈ ചുരിദാറാണെങ്കിൽ എൻ്റെ കഴുത്തേലോട് കയറി ഇരുന്നിട്ട് ഈ ശ്വാസം മുട്ടുന്നു. ഞാൻ പറയാം നീ ശാമ്പുക്കുട്ടൻ എന്താ അവിടെ ഇരിപ്പുണ്ട്. ഇത് കഴുത്തിലോട്ട് കയറിയിട്ടെ ശ്വാസം മുട്ടുന്നു. നോക്കുന്നു പോയില്ല. ഒന്ന് വായോ. ഉമ്മയും ബാപ്പയെ കൊടുക്ക. ഇപ്പൊ മഴയില്ല കേട്ടോ. ഓ പീഡിപ്പിച്ചാണ് ഉമ്മ കൊടുക്കുന്നത്. അതിനെ കൊടുക്കായിരുന്നാ പോരെ. പ്രവീണിന്റെ ആണത്? കാണത്തില്ല. എന്നാ സാധനം അത്? ഷീറ്റോ വണ്ടിയുടെ മാറ്റോ? മലയാളത്തിൽ ചെറുതാങ്ങി ആണല്ലേ. ഇംഗ്ലീഷിലോ? മാറ്റെന്ന് പറയും. ഇപ്പൊ ശരി എന്നാ ക്യാൻ പിടിച്ചോ.
എൻ്റെ പൊന്നു ചേട്ടാ എൻ്റെ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോകും. നീ സുന്ദരിയാന്ന് പറയാൻ വേണ്ടി നിന്നെ എടുക്കുന്നത് ആൾക്കാർ പറയണം. അല്ല അത് മേക്കപ്പ് എന്നല്ല, നീ സുന്ദരിയാന്ന് ആൾക്കാർ പറയണം, അല്ല ഞാൻ വിഷയം ഉണ്ടാക്കും. അല്ല അങ്ങനെ പറയണം. അവള് പറയാ നിന്റെ ഫോട്ടോ എടുത്ത് യൂട്യൂബിൽ ഇടുകയാണ്. അതുകൊണ്ട് കുറയ്ക്കേണ്ടത്. നമ്മുടെ സ്വന്തം ആക്രിക്കട. ഞാൻ ഏന്താറ് വരെ പോവാ, വീട്ടിൽ വരെ. കാരണവര് വലിയ തോലായിരിക്കുക. നമ്മൾ കണ്ടിട്ട് വരാന്ന് വെച്ച്. എന്നാ ഉണ്ട് ഉമ്മ വിച്ചാരൊന്നുമില്ലോ? ശരി. പിന്നെ ഓട്ടോ വിളിച്ചു, വേറെ പണിയൊന്നുമില്ല. ഒരാൾക്ക് അതൊക്കെ നല്ല പൈസയാ. 100 രൂപ പോലും ആകത്തില്ല ഓട്ടോ ബസ്സിന് പോയാൽ. അല്ലെങ്കിൽ നമുക്ക് ഒരു 400 രൂപ 300 രൂപ ആവും. എന്തിനാ നമ്മൾ ലാവശ്യമായിട്ട് പോയിട്ടില്ല ബസ്സിന്. നമ്മുടെ സ്വന്തം ബസ്സല്ല. ചെറുപ്പം എന്നാ ഉണ്ട്, സുഖമാണോ? അച്ചറപ്പെട്ടോ? പ്രായം കുറച്ചേക്കാന്ന് ഓർത്ത് പറഞ്ഞാ. ഏഞ്ചാറ് റിപ്പോർട്ട് കേട്ടോ. ട്യൂബാക്കിയല്ലേ നമ്മളെ. അതിന് വാറണ്ടി ഇല്ല കേട്ടോ. ലോക്കലാണ്. അല്ല മറ്റേ വാറണ്ടി ഉള്ളതിന് ഒത്തിരി പൈസയാവും. അത് കുഴപ്പമില്ല, നോക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഞാൻ എടുത്തോളാം. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു അങ്ങോട്ട് കേട്ടോ. മർഫിയിലോട്ട് മർഫിയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് കിട്ടുമെന്ന് കേട്ടോ. മർഫിയിലോട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അണ്ണൻ പറയുക. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. ഈ സമയത്ത് പിന്നെ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ മഴ പെയ്താലാണ് ഇവിടെ വിഷയം. എന്നാ ഏന്താർ വരെ പോവാ. ഏന്താർ ലോക്ക് ചെയ്തിട്ടെ. ഇത് അമ്മാരുടെ സ്വന്തമൊന്നും അല്ലല്ലോ. അമ്മാര് ലോക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ചോദിക്കണമല്ലോ. മണ്ണ് വണ്ടി ഞാൻ വീണ് ചെളിയായിരുന്നു. സൈഡിൽ ഇരിക്കാമെങ്കിലേ വരത്തുള്ളൂ. അവിടെ മേളിൽ ഫ്രണ്ടിൽ പോയിരുന്നു. അത് പറ്റിയല്ലേ നമുക്ക്. സൈഡിൽ ഇരുത്താന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നീ ഇവിടെ സൈഡിൽ ഇരുത്താൽ മതി കേട്ടോ. നീ അങ്ങനെ അങ്ങോട്ട് ആകണ്ട, ആളാകണ്ട. അങ്ങനെ മര്യാദയ്ക്ക് നീ ഇരിക്കണ്ട. ഞാൻ ചെളിക്കകത്ത് വീണ്. നീ കണ്ടായിരുന്നോ? ജയചാച്ചൻ കണ്ടു. ഞാൻ കണ്ടു. ഇനി ഞാൻ പൊക്കി വെക്കാൻ സൈഡിൽ വരണോ? നീ പൊക്കി വെക്കുന്നേ, അങ്ങോട്ട് പൊക്ക്. സൈഡ് കിട്ടിയോ? മതിയോ? നീ മിണ്ടരുത്. എന്നാ ഒരു 3 ഏന്താറ്. മഴയായതുകൊണ്ട് ഞാൻ കൊടുത്ത്. അതല്ല ഉള്ള കൊടുത്ത്. ഇതൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെടുത്ത്. പിന്നല്ലാതെ
വന്നോളൂ വന്നു കഴിഞ്ഞിട്ടാ ഞാൻ വേറൊരു ബസ്സൊക്കെ കയറിയിട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറയാണ് ചില്ലറയില്ല അതുകൊണ്ട് തരത്തില്ല, വേറെ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്തോളാം. മൈബസ് അത് ചായക്കട പോകാൻ പാടില്ല, അവർ ചാർജ് ചെയ്ത് തരുന്നത്. ഞങ്ങൾ സാധാരണ വാള് വെക്കുന്നവർക്ക് മാത്രമേ സൈഡ് സീറ്റ് കൊടുക്കാറുള്ളൂ. നീ വാള് വെക്കുവോ? എന്നാ കുഴപ്പമില്ല. വെച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇനി ഇറക്കി വിടും, തിരിച്ചു കയറ്റത്തില്ലേ. ഇന്നൂടെ മഴ പെയ്താ പണി കിട്ടിയാന്. ഇന്നൂടെ മഴ പെയ്താ പണി കിട്ടും. എവിടെ പോയാ? പേരുമേടോ? എന്നാ ജാതി സർട്ടിഫിക്കറ്റോ? എല്ലാം വിഷയമാരല്ലേ. അതാ നമ്മൾ പറഞ്ഞാൽ പറ്റിയല്ലോ. നമുക്ക് ജാതി വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കല. അടിമാലി ജാതിയാണോ? അത് വേറെ ജാതി, നമ്മുടെ ജാതി ജാതിക്ക ജാതിയും കവുങ്ങും താഴെ വിലയേ ഉള്ളൂ. റബ്ബർ വെട്ടി കഴിഞ്ഞോ? എന്നാ കുഴപ്പം? പിന്നെ അങ്ങനെ ഇരിക്കുമോ? അമ്പലത്തിൽ ഇറക്കുന്നുണ്ട്. എന്റെ പക്ഷേ ഇങ്ങോട്ട് എന്റെ ഇറക്കാൻ. ഏത് പിള്ളേരെ ചോദിച്ചേ? എവിടെയാ ആദ്യം ചോദിച്ചേ? ഇളങ്കാട്ടിൽ എവിടെയാ? പരുത്തമാലാണ് ചോദിക്കേ. മുണ്ടക്കതാ വീട്. എൻ്റെ അല്ല, എൻ്റെ ടൗണിൽ തന്നെ. ആകെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ടീമിന്റെ എടുത്തിട്ടുണ്ട്. എപ്പോ പോയാലും നമ്മള് ഇളങ്കാട്ടിലെ പരുത്തിപ്പാറ എന്ന് പറഞ്ഞ കേട്ടോ, നേരാണോ? ഈ രണ്ട് പിള്ളേരെ ആണോ? അല്ല അല്ല, ആരെ അറിയണോ സ്വാമിക്ക്? ആ പുള്ളി സോമൻ അറിയാവോ? അവരൊക്കെ മരിച്ചു പോയില്ലേ? കേശവനല്ലേ മരിച്ചു പോയെ? മകനുണ്ടല്ലോ. ആ പുള്ളി എവിടെയാണെന്ന് അറിയാവോ? സോമൻ. പണ്ടത്തെ പാർട്ടിയുടെ ആളായിരുന്നു. എന്നാലേ എന്റെ പോന്നെ അവരുടെ മക്കൾ എന്റെ വീട്ടിൽ ചെന്നാ പറയാം. ഈ 6-ാം തീയതി ചെന്നാപ്പാറ മേള്. പിന്നെ എങ്ങനെ ഇളങ്കാട് അറിയുന്നത്? കല്യാണം കഴിച്ചത് എവിടുന്ന്? മുക്കുളം. അപ്പൊ ഇളങ്കാട് എങ്ങനെ അറിയുന്നത്? കൊടുങ്ങ. 40 വർഷമായി ഇവിടെ താമസിക്കാൻ കൊണ്ട്. അതുകൊണ്ട് കൊടുങ്ങ അപ്പുറത്തല്ലേ? വേണ്ട സാറേ, അല്ല സ്വാമിയെ ഇടയ്ക്ക് നാട് വരികയല്ലേ? കൊടുങ്ങായിലെ കാര്യം. കൊടുങ്ങായില ഇത് കേസ്. അറിയത്തില്ല. ഓക്കെ. എന്റെ പേര് കുഞ്ഞുമൈലി. മുക്കുളത്ത് എവിടെയാ? ഇടുക്കിയിലെയാ. അത് മനസ്സിലായി. മുക്കുളത്ത് എവിടെയാ? താഴത്തങ്ങാടി. അവിടെ അവിടെയാണോ? അതിന്റെ അടുത്ത് തന്നെയാ എന്റെ വീട്. അപ്പൊ അവർക്ക് വേണ്ടി ഒട്ടുവാൻ നടക്കാൻ ചേനപ്പടി പോയതാ. കളിക്കാട്ടെ. ചേനപ്പടി ഒരു കടയേ ഉള്ളൂ. ഒരു കടയിലാണോ? സ്ഥലം എവിടെയാ? ചേനപ്പടി. ചേനപ്പടി തന്നെ. അല്ല പിന്നെ അവിടെ എവിടെ സാറേ? ചേനപ്പടി അല്ലെന്ന് എന്റെ ഞാൻ ഒട്ടുവാനൊക്കെ ചേനപ്പടിയാണ്. ചേനപ്പടി ജംഗ്ഷൻ. എന്റെ വീട് മുക്കുളം. വരുവാണെങ്കിൽ എന്റെ വീട് കാണിക്കാം, എന്റെ പിള്ളേരെയും കാണിക്കാം. സമയമില്ല വീട്ടാ. എല്ലാം വന്നേനെ, ഉറപ്പായിട്ടും വന്നേനെ.
എന്നാ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നാ ആ അങ്ങനെ ഇരിക്കുവാണല്ലോ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് ഇപ്പം? ഞാൻ ഡീസലിൻ്റെ അവിടെ. ബി എസ് എന്നിലെവിടെയോ? ആ. വാടകയ്ക്കാണോ? ആ സ്ഥലം നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം വിറ്റാ. വിറ്റോ? അത് അനിയൻ്റെ ഷെയറാണ്. ആണോ? ആ എനിക്ക് ബന്ധു ജാതി കമ്മി. ആ ഇപ്പൊ സ്ഥലമുള്ള എവിടെയാ? വെമ്പിടി വെമ്പിളിയിലോ? ജാതിയാണോ അവിടെ? ജാതി കമ്മി. ഞാൻ അതിന് വേണ്ടിയിട്ട് പോയതാ. അതിൻ്റെ കുറച്ച് രൂപ കിട്ടാനുണ്ട്. ആ മറ്റേ വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ അല്ല, അല്ലാതെ പിന്നെ സബ്സിഡി കിട്ടാനുണ്ട്. സബ്സിഡി കിട്ടാണോ? തരികയല്ലേ മാര്? ആ ഇവിടെ ഇവിടെ ഉമ്മാരൊക്കെ ഉണ്ടാക്കാനുള്ളൂ. നമ്മളെ കൃഷിക്കാരനായതുകൊണ്ട് അമ്മമാരെ അങ്ങ് എന്നെ പീരുമായിട്ടില്ല കോളേജ് ബ്ലോക്ക് ഓഫീസ് എന്ന് പറഞ്ഞില്ല, അവിടെ കൊണ്ടുപോയി 2 മണിക്കൂർ ഇരുന്നിട്ടാണ് ഞാൻ എന്നിട്ട് റെഡിയായോ? കാര്യം സാധിച്ചിട്ട് സാധിച്ചോ? ആ എന്നാ കുഴപ്പമില്ല. നാളെ 11 മണിക്ക് വിളിച്ച് അവർ പൈസ അയച്ചോളാം. ആ ഓക്കെ. സ്റ്റാൻഡ് ഇറങ്ങിയാലേ ആ ഞാൻ കൊടുത്തോളാം, നടക്കണ്ട 50 രൂപ ഞാൻ കൊടുത്തോളാം. ആ. എന്റെ വീട് നടക്കാൻ ദൂരമുള്ളൂ, 5 മിനിറ്റേ ഉള്ളൂ. അതെവിടെയാ? എന്റെ വീട് പോയാലോ നിൽക്കണോ? അല്ല അങ്ങനെയല്ല, പരിചയപ്പെട്ടില്ലേ? അല്ല ഞങ്ങളിപ്പോ വേറൊരു ആവശ്യത്തിന് പോവാ, അതുകൊണ്ടാ. ആണോ? ആ അതുകൊണ്ട് ഇടയ്ക്ക് ഇപ്പൊ ചാടാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല ഇത്. വേറൊരു സമയത്ത് ഞാൻ വരുന്നെങ്കിൽ പറഞ്ഞെങ്കിൽ ഓക്കെ, ഞാൻ വന്നേനെ. എനിക്ക് 2 പിള്ളേര്, ഒരു മോളെ കെട്ടു. മോനെ എന്നെ അറിയാവോ? എന്നെ അറിയാവോ? കൃഷ്ണപ്പൻ അറിയാവോ? കൃഷ്ണപ്പൻ മരിച്ചുപോയെ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ്. ഇവിടെ മകളുടെ മാനാ. മോഹൻദാസ് ഇല്ലേ? മോഹൻദാസിനെ അറിയത്തില്ലേ? ആ കൃഷ്ണപ്പന്റെ മകളുടെ മകൻ. മകൻ നിങ്ങളുടെ മകളെയൊക്കെ ഇപ്പം പഠിക്കിയോ? പിന്നെ ഞാൻ പെട്ടെന്ന് നിങ്ങൾ എത്ര ചോദിച്ചിട്ടേ ഇങ്ങനെ 3 പേർ നോക്കിയേ, അറിയോ? കുറെ കാര്യങ്ങൾ അനുഷ്ഠാനങ്ങളുടെ വരുന്നേ പറഞ്ഞ എനിക്ക് അങ്ങനെയല്ല. അപ്പം ഈ സാധനം അതുകൊണ്ടാണ് എന്നെ ചോദിക്കും മഴ. പിന്നെ വൈദ്യുത അവിടുത്തെ അല്ലേ, വൈദ്യുതത്തെ നിൽക്കുന്നില്ലേ ഇളയ മോൻ കൃഷ്ണൻ ചേട്ടൻ ഇത് എന്റെ മോള് അവിടെ ഇവിടെ അപ്പം ഞാന് എന്റെ മരുവനത് നമ്മളെവിടെ പൊടിമറ്റോ ഇപ്പൊ മുട്ടൊക്കെ നേരത്തെ പൊടിമറ്റ് താമസിച്ചോ? ആ അതെ അതെ. എന്നാലേ പൊടിമറ്റ് എന്റെ ചേട്ടനോട് കൽപ്പണിക്കാരനെ കോടാലി ഇബ്രായി. കോടാലി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. എന്റെ നേരെ മുട്ടയാണ് കോടാലി ഇബ്രായി. ആ വെട്ടംകൊള്ളിൽ ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് പിന്നെ മോൻ പൊടിമറ്റ് ഓട്ടോ ഓടിക്കുന്നുണ്ട്. മോൻ എന്റെ മോനാ. വെള്ളം അങ്ങളെ എവിടെ ഓടി ഓട്ടിക്കുന്നത്? പ്രവീണ അറിയത്തില്ലേ? ഇപ്പം പറഞ്ഞാ പോരെ? ഇല്ലേ? അല്ല ഇപ്പം പറഞ്ഞാ പോരെ? ഇന്റെ തന്നെ പറയണ്ട, അല്ലാതെ മനസ്സിലായി. അറിയല്ലേ? ഞാൻ വല്ലപ്പോഴും വരുന്നുണ്ട്, എനിക്കറിയാല. മാരേജില് നല്ലതല്ലേ? ആ റോഡ് സൈഡിൽ പണ്ട് തൊട്ടുണ്ടോ വീടില്ലേ? ഭാസ്കരനറിയോ? തയ്ച്ചോണ്ടിരുന്നേ? അറിയാം. ഞാൻ കോളേജിന്റെ അവിടെ. അതിന്റെ അപ്പുറത്ത് കോളേജിന്റെ അപ്പുറത്ത് പൊടിമറ്റ സ്റ്റോപ്പില്ലേ, അതിന്റെ വലത് സൈഡിൽ ഒറ്റ ഒരു വീടേ ഉള്ളായിരുന്നു, അറിയത്തില്ലേ? ആ വീട് ഭാസ്കരന്റെ അല്ലേ? തയ്ക്കുന്ന ഭാസ്കരൻ. ഭാസ്കരന്റെ പെങ്ങളുടെ മകളായിരിക്കുന്നത്. പറയണം അനിയെ കണ്ടു. അപ്പൊ ഫോട്ടോ വിളിക്കുന്നതാണോ? അല്ല പിന്നെ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. പേര് ഇബ്രാഹിം. അന്തോണി എല്ലാം കൂടെ കമ്പനി അല്ലായിരുന്നു.
രണ്ടുപേരും മരിച്ചുപോയി തയ്ക്കുന്നേ. ഉടനെ ഞങ്ങൾ ഷർട്ടൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് ഈ ഷർട്ട് വിൽക്കണ്ടേ, ഞങ്ങളവിടെ രാവിലെ നിന്ന് ഷർട്ട് ഭയങ്കര തയ്ക്കാർക്ക് നമുക്കിറങ്ങാം, നമ്മള് സ്ഥലമായില്ല. ഏറ്റവും പേരെടുത്ത തയ്യക്കാരനായിരുന്നു. വായ്പുള്ള മൊത്തം സാധനങ്ങൾ ഞങ്ങളുടെ സാധനമെല്ലാം കത്തിന് അവിടെ കുത്തി ഇരുന്ന് ഞങ്ങളുടെ വീട്ടിലെ കളർ പൈപ്പും എല്ലാം കണ്ട് ഞങ്ങൾ കടി കറക്കി അങ്ങനെ ഒരു പായിട്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നേ, രസമായിരുന്നു. ഇവര് പൊടിമറ്റത്തുണ്ടായിരുന്നു താമസിച്ചാ? എവിടെയാ താമസിച്ചാ? കൊടുമറ്റ കോളേജിന്റെ അതിന്റെ കോളേജിന്റെ പുറകില്. പുറകില്ല. എന്റെ അവിടെ താമസിക്കുന്നത് വെട്ടക്കോളനി. മണങ്ങാട് 5 സെന്റ് സ്ഥലം വെച്ച് അപ്പുറത്ത് മേടിച്ച് കൊടുത്തില്ലേ, അവിടെ വന്നത് കൂലിപ്പണിയാ. ടാപ്പിങ് അറിയില്ല, മരക്കാറ്റും അറിയില്ല, ബാക്കി എല്ലാ പണി ആരെ കൊണ്ട് വിളിപ്പിക്കും. ഇതെന്റെ അമ്മായിപ്പൻ, ഇതെന്റെ ഭാര്യ. മാഡം എന്റെ ഭാര്യ, ഇതെന്റെ അമ്മായിപ്പൻ. ഞാൻ എന്തേറ്റുള്ള ഇവിടെ പൊടിമറ്റത്തുള്ള. എല്ലാം ഓക്കെയാണോ? നമ്മുടെ അടുത്ത് നാട്ടിൻപുറത്ത് ബസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ തമ്മിൽ അല്ലറയില്ലറ സംസാരമൊക്കെ ആയിട്ട് രസമുള്ള പരിപാടിയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷെ ഇതൊന്നും ടൗണിൽ കിട്ടത്തില്ല കേട്ടോ. ഞാൻ ശാന്തിയൊന്നുമല്ല, ഉടായിപ്പ് ശാന്തിയാ, ഉടായിപ്പ് ശാന്തി. ഞാൻ ഞാൻ ഇറങ്ങണ്ട ഇറങ്ങണ്ട, അമ്മ സ്ഥലമായില്ല, ആകുന്നു ഉള്ളൂ. ഇത് എന്താ പറയാ, എന്നാ ഉണ്ട്? എന്നാ പണിയില്ല. പണി എന്നാ പണി? ഇല്ല, ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് പോയി കാണാം. അയ്യോ പോ, അതിനുള്ള ദൂരമൊന്നുമില്ല, നടന്നു പോകുന്നു. ആ അറിയത്തില്ലെന്നേ. ഉമ്മ ഇതാ അവിടെ അവൻ്റെ അടുത്ത്. ആ പിന്നെ ഇവിടെ നിന്ന് അവിടെ കയറാം, അവൻ്റെ അടുത്ത് കയറാം. എവിടെയാ? ഇവിടെ വാടി, ഇവിടെ വാടി. നമ്മളെ ബാക്കറി ഓ ചുമ്മാ. അത് പോയി. അത് രണ്ട് കയ്യിലും മറ്റേ സാധനം ഇരിക്കുമല്ലോ, പിന്നെ അങ്ങനെ എടി എന്നാന്ന് വെച്ചാ പറയടി, മേടിക്കും. ആ ഇത് ആ കളർ മറ്റേ മഞ്ഞ മതി. ഇല്ല, ഇപ്പൊ എല്ലാവരും ഇറങ്ങാൻ പറ്റിയല്ലോ, ഇറങ്ങാതായിട്ട് കുറേ ആയി. നിനക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. വീട്ടിൽ ഇടുന്നാലും നാട്ടിൽ ഇടുന്നാണല്ലോ. നീ മറ്റേ ആ പന്ന ഒരു കുറേ ഒരു ചുരിദാർ നൈറ്റി ഇല്ല എനിക്ക്, അത് ഇട്ടാൽ മതി. ഓ വേണ്ടതേ, ഇത് കൂട്ടൊന്നും ഇല്ല. ജയയുടെ ഒരാഗ്രഹങ്ങൾ. നിന്റെ കാശ് നിനക്ക് ശമ്പളം ഉണ്ടല്ലോ, നിനക്ക് മാസം ശമ്പളം ഇല്ല, അതിന് മേടിച്ചാൽ മതി. ചുമ്മാ വേറെ പണിയല്ല, ഉള്ള പിടിച്ചേക്കാം. വാങ്ങിക്കോട്ടെ, ഒന്നുമില്ല, ഞങ്ങൾ വേറെ ആരും വാങ്ങാം. ഇഷ്ടം പോലെ ഉള്ളത് തന്നെ. ആ എന്നാ ഓക്കെ, എല്ലാം ഓക്കെയാ. എടുക്കത്തില്ല പക്ഷെ എടുക്കും.
സമോസ ഇതറേ അമ്മ ടീമല്ലേ പിന്നെ എന്നാ അറിയാണോ വീട്ടിൽ വരെ പോയിട്ട് ഞാൻ ഇന്ന് അവധിയാണ്. എന്നാ എന്നാ വീട്ടിലോട്ടൊന്ന് പോയേക്കാൻ എത്ര ആൾ കൂടി അല്ല ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ട്. ആരും അറിയുന്നില്ല ഞാൻ വരുന്നത്. ஹாய் பண்ணு ஹரிஷ் ஹாய் பண்ணு ஹாய் பண்றடா இங்க திரும்பி பண்ணு. ஹாய் சொல்லு இப்படி கை இப்படி காட்டு ஹாய் நீ சொல்லு ஃபேமஸாவே ஹாய் சொல்லு ஹாய் சொல்லு சொல்லு. இந்த அப்பன போய் കാണുന്നു വഴി തെറ്റിയതിലേ പോയി. വിളിക്കാടി വരട്ടേ. നിന്നെ പോലുള്ള പെണ്ണുപിള്ളോടൊക്കെ കീഴെ കയറുന്ന എന്നെ പറഞ്ഞാൽ മതി. എവിടെ നിൽക്കുവോ? സൂപ്പർ. നോക്കണ്ടേ ഞങ്ങളത് എങ്ങോട്ടാ പോകുന്നതെന്ന്? ഇവിടെ ആരെ കണ്ടില്ല, ഞാൻ നേരെ പോയി. പിന്നെ ജയചാച്ചൻ ചുമ്മാ ഉടായിപ്പ് കേസ്. വായിക്കോട്ടെ. ജയ വിട്ടുപോയി. പോവാണോ? എല്ലാവർക്കും കൂടെ സംസാരിക്കാനുള്ള സ്പേസ് കിട്ടി. ആണോ? ഇങ്ങോട്ട് ചേട്ടാ പിന്നെ മുമ്പോട്ട് പോവാടി. എന്നാ എന്താ ആരെ അവളെന്തി? ഞാനോ വീട് പിന്നെ കുപ്പിക്കാത്ത വെളിച്ചെണ്ണയുടെ കണക്കൊന്നും ഇതുവരെ തീർന്നില്ല. ഇവിടെ ലൈറ്റില് ഇൻവേർട്ടറും ഇല്ലല്ലേ? ഇവിടെ 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 ഇരുട്ടാ. കണ്ടില്ലേ? ഞാൻ ഇന്നലെ വന്നാ മോനെടുത്തേ. രാവിലെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മഴ കുറച്ച് കേട്ടത്. നഷ്ടമാണോ? വേറെ അന്നേരം വെട്ടം വേണ്ടേ? ചെറിയ ബോളുണ്ട്, ആ ബോൾ പിടിച്ചിട്ട് ആ കയ്യിലോട്ട് കൊടുക്കുക. ഈ ഇതിപ്പോ എന്നാന്നറിയോ? വെയിൽ കൊള്ളാത്തോണ്ടാ ഇതിനകത്ത് തന്നെ ഇരിക്കുമല്ലേ. വെളിയിലിറങ്ങി കുറച്ചു നേരം വെയിൽ കൊണ്ടാ ഇതെല്ലാം ഓക്കെ ആവും. പക്ഷെ വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവിടെങ്ങാനും പോയിരിക്കണം. ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ
3 മാസം കഴിയുമ്പം നോക്കിക്കോ എഴുന്നേറ്റ് നടക്കാം. വെയിൽ കൊള്ളുന്നില്ലല്ലോ, ചുമ്മാ ഈ അകത്ത് കണ്ടിരിക്കുകയല്ലേ, അതാ വിഷയം, മെയിൻ വിഷയം. ഇപ്പം നമ്മുടെ അവിടെ പട്ടി കണ്ടോ വെയിലത്ത് പോയി കിടക്കുന്നത്? ഏത് ജീവിയാണേലും വെയിലില്ല, മഴക്കാലത്ത് വെയിൽ കിട്ടിയാൽ അവിടെ പോയി വെയിലത്തിരിക്കും. ഇപ്പം മഴക്കാലമാണ്, വെയിലില്ല. അപ്പം നമ്മൾ വെയിൽ വരുമ്പോൾ വെയിലത്ത് പോയിരിക്കണം. ബോളൊക്കെ ഓക്കെ, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ആദ്യം വെയിൽ കൊള്ളണം. അതാ പറഞ്ഞത്, കൈക്ക് അത് കിട്ടുന്ന ആദ്യം വെയിൽ കൊള്ളണം. വെയിൽ കിട്ടാതെ കൈ പോലും അനങ്ങത്തില്ല. ആദ്യം കുറച്ച് വെയിൽ കൊള്ളണം. ഇപ്പം മഴക്കാലം കൂടാ, ശക്കരം പോലും വെയിലില്ല. എല്ലാവർക്കും അസുഖം ഉണ്ടാകുന്ന സമയം ഇപ്പം. അപ്പം നമ്മൾ നല്ലപോലെ വെയിൽ ഉണ്ടെങ്കിൽ എല്ലാം മാറും. ഒരുമാതിരിപ്പെട്ട അസുഖം എല്ലാം മാറും. പിന്നെ പ്രഷർ വരെ കുറേ നോർമലാണ്. വെയിൽ കൊള്ളണം. അത് അതിനകത്തൊരു ഇത് വിചാരിക്കില്ലേ, 1 മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കണം. ചുമ്മാ വെയിലത്ത് ഇരുന്നാൽ മതി. രാവിലെ പത്രം വായിച്ചുണ്ടോ ഒക്കെ ഇരിക്കണം 1 മണിക്കൂർ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഇത് മഴക്കാലം ആകുമ്പോൾ കൂടുന്നത് അതുകൊണ്ടാണ്. മഴക്കാലത്ത് വെയിൽ കിട്ടത്തില്ല, എല്ലാവർക്കും അസുഖം വരും. എന്നാലും വെയിലെന്ന് പറഞ്ഞാൽ മറ്റേ ബോളുണ്ടെങ്കിലേ അത് പറഞ്ഞ കാര്യമില്ല. കൈയുടെ ഇത് കിട്ടണമെങ്കിൽ കാൽസ്യം വേണം. ഇതൊക്കെ ഞെക്കണമെങ്കിൽ കാൽസ്യം കിട്ടണമെങ്കിൽ വെയിൽ വേണം. വെയിലത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയിലത്ത് പോയിരുന്നിട്ട് ഞെക്കിയാൽ ഓക്കെ. വെയിൽ കിട്ടാതെ എന്നെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. മെയിനായിട്ടും വേണ്ട വെയിൽ. ഇപ്പോൾ ഒരു പട്ടിയാണെങ്കിൽ പോലും പട്ടീനെ കൂട്ടിനകത്തിട്ട് വളർത്തുക, അഴിച്ചു വിട്ടാകുമ്പോൾ പോയി വെയിലത്ത് കിടക്കും. എന്നാണെന്നറിയോ, വെയിൽ വേണം. ഓരോ ജീവിക്കും, ഭൂമിയിലുള്ള എല്ലാ ജീവിക്കും ജീവിക്കാൻ വേണ്ടി വെയിൽ വേണം. നമ്മളൊന്ന് വിളിച്ചാൽ പുള്ളി നടക്കില്ലേ? അതുകൊണ്ട് കാര്യമില്ലെന്ന്. വെയിൽ കൊണ്ടിട്ട് നടന്നാലും ഓക്കെ. അല്ല, എന്നാലും പുള്ളി കുത്തിയിരിക്കുകയല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാലിനും അതിനുമൊക്കെ ബലം വേണം. ആ ബലം കിട്ടണമെങ്കിൽ ഇച്ചിരി സൂര്യപ്രകാശം കിട്ടി എല്ലാം ഓക്കെ ആയിട്ട് ശേഷം നടന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. മനസ്സിലായോ? നമ്മളിപ്പോൾ സൂര്യപ്രകാശം പോലും കിട്ടാത്ത സ്ഥലത്ത് കൊണ്ട് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന് പിന്നെ വേദന കൊടുത്തുള്ളൂ. ഇച്ചിരി വെയിലൊക്കെ അടിച്ചിട്ട് നടക്കാൻ നോക്കിയാൽ നടക്കും. വെയിലില്ലെങ്കിൽ നമ്മൾ 1 മാസം വെയിലില്ലാന്ന് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാർ വരെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലോട്ട് പോകും. വൈറ്റമിൻ ഡി കയറണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. ഇപ്പം പ്രതിരോധശേഷിക്ക് പോലും വൈറ്റമിൻ ഡി ഇല്ലാതെ പറ്റിയല്ല. അത് ഉണ്ടെങ്കിലേ പ്രതിരോധശേഷി പോലും വർക്ക് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഓട്ടോമാറ്റിക് അവർക്ക് ജന്മനാ പ്രതിരോധശേഷി ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ വൈറ്റമിൻ ഡി കയറാതെ ഇത് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് മെയിനായിട്ടുള്ള സാധനം ഇപ്പം വേണ്ടത് സൂര്യപ്രകാശമാണ്. കാരണം ഇത് വെയിലടിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും മുറിക്കാത്തല്ലേ. അപ്പോൾ പ്രശ്നമായിക്കൊണ്ടിരിക്കും. രാവിലെ എഴുന്നേറ്റ് വെയിലോ, ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം, അവിടെ ഒരു സാധനം പിടിപ്പിക്കണം താഴോട്ട് ഇറങ്ങാൻ വേണ്ടി. ഇതും കൊണ്ട് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ പുറകിൽ പോയിരിക്കണം. ആ വെയിൽ കിട്ടുന്നത്ര നേരം വെയിൽ കൊണ്ടിട്ട് വെയിൽ പോയി കഴിയുമ്പോൾ തിരിച്ച് കയറി വരിക. ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് എത്ര ഒരു മിനിറ്റ് കിട്ടിയാൽ 1 മിനിറ്റ് ആണെങ്കിലും പോയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാവും. അല്ല വേറൊരു വഴിയില്ല ഇതിനകത്ത്. വേറെ മരുന്ന് കഴിക്കുന്നതോ എക്സർസൈസ് ചെയ്യുന്നതോ ഒക്കെ ഇത് കിട്ടിയതിന് ശേഷം. ഇതില്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പൈപ്പ് വെച്ചോ കമ്പി വെച്ചോ അല്ല പലക വെച്ചോ ഒരു സാധനം ഉണ്ടാക്കണം. ഇതുമായിട്ട് ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ തരും. എന്നിട്ട് ഇവിടെ നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ പോയി അവിടെ പുറകിൽ പോയിരിക്കണം. ആംഗ്ലറിലോ അല്ല പലകയാണെങ്കിലും മതി തൽക്കാലം, എന്നാലും മതി. എങ്ങനെയാണെങ്കിലും ഇത് ഉരുട്ടിക്കൊണ്ട് താഴോട്ട് പോയിട്ട് അവിടെ പോയിരിക്കണം കുറച്ച് നേരം രാവിലെ. അല്ലാതെ രക്ഷയില്ല. വെയിലുള്ളത് പോയിരിക്കണം. ഇന്നിപ്പോൾ 1 മണിക്കൂർ പോലും വെയിൽ വന്ന് കാണത്തില്ല ഇന്നത്തെ ദിവസം. ഒരു 10-15 മിനിറ്റ് വന്നുള്ളൂ. എന്നാലും അത് 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ്, 1 മണിക്കൂറേ ഉള്ളൂ. അത് മൊത്തം കളയല്ലോ. പ്രത്യേകിച്ച് മഴക്കാലത്ത്. വേനൽക്കാലത്ത് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമുക്ക് വേനൽക്കാലത്ത് അതില്ല അസുഖം വരാതെ. വേനൽക്കാലത്ത് വെയിൽ എപ്പോഴും ഉണ്ടല്ലോ. മഴക്കാലം ആയി കഴിഞ്ഞാൽ വെയിലിപ്പം വന്നിട്ട് ഇന്ന് തന്നെ ഒരു അരമണിക്കൂർ പോലും വന്നില്ല. കണ്ടു വന്ന് വേണ്ട എനിക്കതൊന്നും വേണ്ട. കിട്ടത്തില്ല, ഇരുട്ടാ. നീ ആരോടെയാ കളിക്കാൻ പോയ? എന്നിട്ട് നിന്നെ വിളിച്ചിട്ട് കേട്ടില്ലല്ലോ. രാവിലെ പോയാണോ? അതുകൊണ്ട്
എന്നാ പറയുന്നത് ചേച്ചി? എന്നാ പറയുന്നത്? നീ ചോദിക്കുക. ആ ബോളെന്തേ നീ എല്ലാം എടുത്തോണ്ട് പോയാ കൊണ്ട് കൊടുക്കണേ മര്യാദയ്ക്ക്. ഞാൻ കണ്ടില്ല. എനിക്കറിയത്തില്ല. ജയച്ചാച്ചനും ആ പേടിയൊന്നുമില്ല എന്നാലും പിന്നെ ഇന്നല്ല ഇപ്പഴല്ല ഒരു 10 പോട്ടെ ഇടയ്ക്കാകുമ്പോ അതൊക്കെ വിടട്ടെ പൈസ മതിയായി ആരുടെ അത്? ആരാ കണ്ടിട്ടുള്ള പോലെ ഉണ്ടോ എവിടെയോ? ഡി ഫോണൊക്കെ ഓഫ് ചെയ്യടി, ഞങ്ങളൊന്ന് പൊക്കോട്ടെ എന്നിട്ട് നീ വെച്ചോ. കാര്യം പറയാം. പിള്ളേരെ വിട്ടേച്ചും വരുമ്പോഴത്തേനും തിരിച്ചു വരുമ്പോഴത്തേനും അതിനകത്തിനാ പണിയെടുക്കാനോ? പിന്നെ ഞങ്ങൾ ആ പണി നിർത്തിയല്ലോ. ഓ ഇനിയിപ്പോ രാത്രി സപ്പോർട്ട്. അതങ്ങനെയാ എവിടെ നമ്മൾ ഇച്ചിരി പൊക്കി അത് വേണ്ട. ഇത് മണ്ടാലുണ്ട്, നീ കണ്ടില്ലേ? കാണണോ? അന്ന് വേണമെന്ന് താല്പര്യമില്ലല്ലേ? ഞാൻ വരുമോ? നീ ഇവിടെ തോളെ അത് വേണ്ട, അത് പറയാലേ ചേച്ചി. ഒരു കൂടെ ചെറുത് ഏതെങ്കിലും എടുത്തുണ്ടോ? അടുത്ത ഇതിൽ ഞാൻ വെള്ളം കൊണ്ടല്ലേ നീ എൻ്റെ അയ്യോ ഞാൻ മറന്നുപോയി. ഇല്ല
ഇത് വെള്ളം നിന്റെ കയ്യിലെന്നാ അവൻ പുള്ളു മുള്ളു വരുന്നടി ചേച്ചാച്ചൻ പോയി നിൽക്കുന്നു. ഈ സ്കൂളിലാണ് കേട്ടോ നാരായണി പഠിക്കുന്നത്. കാണത്തില്ലായിരിക്കും. ഇതിനകത്തൊരു സ്കൂളാണ്. ഏതാ കാണത്തില്ലോ. അത് കാണിക്കാൻ കാണത്തില്ല. അത് കാണാം. ആ ബാക്കിലുണ്ട്. ആ കാണുന്ന സ്കൂളാണ്. നമ്മൾ പല വീഡിയോയും ചെയ്തിട്ടുള്ളൂ അവിടെ. ഓക്കെ, അതെല്ലാം ഓക്കെയാ. എന്നാണ്ട് ഇല്ല കുഞ്ഞാട്ടൻ്റെ മോനോ? ഇത് ഇവിടെ ഈ മർഫിലുണ്ടായിരുന്നൊരു ഇതാ. നമ്മൾ ഇവിടെ മേളിൽ താമസിച്ചേ. അതിനപ്പുറം കുറേ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പുള്ളിയുടെ ഭയങ്കര കമ്പനിയല്ലേ. അത് പിന്നെ കണ്ടെണ്ണ പെട്ടെന്ന് മനസ്സിലായത്. നേരത്തിനൊരു മാറ്റമില്ലല്ലോ. 30 വയസ്സുണ്ടായിരുന്നപ്പോഴും ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. നമ്മളൊക്കെയല്ലേ മാറി. എങ്ങനെയുണ്ട്? ഇടയ്ക്ക് ചെറുതായിട്ട് അത് കൊള്ളാടി. നീ ഇങ്ങനെ പോരെ. എവിടെയെങ്കിലും തുണി നോക്കി കിടക്കുന്ന കണ്ട അപ്പോഴേ അവിടെ വന്നോളാം. അത് മനസ്സിലായി. അവിടെ ഇരുന്നോട്ടെ. അത് ഇവിടെ 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 പഴയ ഓർമ്മ വെച്ച് പോവാ. അവിടെ അല്ല ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. നീ വിളിച്ചോണ്ടോ. എന്നാ ഉണ്ട്? നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നായിരിക്കും? ലൈവ് ഒന്നുമല്ല. അതെ, ഇപ്പം ഉച്ചയായി വന്നോ? ആ ഡീ, നിൻ്റെ കൂടെ പഠിച്ച ഒരാൾ നിൽക്കുന്നു ഇവിടെ. കണ്ടായിരുന്നോ? ഓ പിന്നെ അയ്യോ അയ്യോ അങ്ങനൊക്കെ പറയല്ലേ. ആടെ എന്നാ 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 ശരി. ഒന്നുമില്ല. എന്നാ ഇപ്പോ എന്നുണ്ട്? ഒന്നുമില്ല. കാലൊരു കല്ലൊക്കെ വീണായി. 58 ദിവസമായി. ജയിലിൻ്റെ സാധനം മാറ്റി എറണാകുളത്ത് കൊണ്ടുപോയാൽ ആ പൊറോട്ട കല്ല് കാലം ചെറിയ ഹോട്ടലുണ്ടായിരുന്നു. അതാണ്ട് പണിക്കൊന്നും പോകുന്നില്ല. ശരിയായിപ്പോ? ശരിയായി വരുന്നു. ഇനിയിപ്പോൾ നീര് കുറഞ്ഞ് വന്നു. ഈ ചതവുണ്ട്. ചതവും കൂടെ കൊണ്ട് വെച്ച് കെട്ടണം. പിന്നെ എന്നുണ്ട്? പിന്നെ അങ്ങോട്ട് പോകണം. ഉണ്ടാക്കാൻ പോകണം. അല്ല അല്ല ബൈബസ് അല്ല. ആണോ? ആ എങ്ങോട്ട് പോകാനാ? മുണ്ടക്കയല്ല, എവിടെ പോകാനാ? ഇവിടെ പിന്നെ പാലായാ പോന്നോ? പാലായാ പോന്നോ? ഈരാറ്റോട്ട വഴിയാ. ചേച്ചാ ഈ പുള്ളീനെ അറിയാവോ?
ആ കയറി ആ എൻ്റെ ഒന്നോ എന്നാ എന്നാ കാണാനില്ലല്ലോ വീട്ടിൽ വരാമോ ചുമ്മാ പിള്ളേർ വീട്ടില പുകയാണോ മഞ്ഞാണോ? തുറന്നു വിട്ട് ഇറങ്ങി പോവാം. പാലാങ്ങനെ പോവാണോ? പാലായിക്ക് നീ വൈകി പോയല്ലോ. വൈകി പോണ പാലാ ബസ് വേണമല്ലോ. പാലായി പോകും. ആ ഇത് പറഞ്ഞതാ. പച്ചക്കറിയൊക്കെ മേടിച്ച് നീ എന്നാ വീട്ടിലോട്ടോ ആരുടെ വീട്ടിലോട്ട്? നീ സാധാരണ ഇങ്ങനെയല്ലോ, നിന്നെ എപ്പോൾ ഷൂട്ട് ചെയ്യുക? നിന്നെ കണ്ടിട്ട് ഒത്തിരി ഇങ്ങോട്ടോ മഴ 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 എന്നാ 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 പറ എന്നാ എന്നാ നീ എന്നാ പച്ചക്കറിയൊക്കെ മേടിച്ചേ? പച്ചക്കറി മേടിക്കാം. അത് പറ്റത്തില്ല. നീ വീട്ടിലോട്ട് പച്ചക്കറി ഒന്നും മേടിക്കുന്നവനല്ല നീ, ഞങ്ങൾക്കറിയാം നിന്നെ. എങ്ങനെയാണോ എന്നെ കരുതിയേക്കുന്നത്? ആ പിന്നല്ലാതെ പറ. നീ എവിടെയായിരുന്നു? നീ സിനിമയിലായിരുന്നു? ഞാൻ ഈ മഴ, ഞാൻ എപ്പോ എഴുന്നേറ്റാലും മഴ, അതുകൊണ്ട് കിടന്നേക്കല്ല കിടക്കും. എപ്പോ എഴുന്നേറ്റാലും മഴയാണ്. എന്തെന്നാ പറ്റി എഴുന്നേറ്റ്? എന്തെന്നാ പിന്നെ ഇന്ന് ശകലം കുറഞ്ഞപ്പോ എഴുന്നേറ്റത്. ആ 150 രൂപ താഴെ. 100 രൂപ. 100 രൂപ മറ്റൊന്നാണ് അടിഞ്ഞു കുടിഞ്ഞ് ആമാര് കൂടിനകത്ത് കെട്ടി വെച്ചേക്കുന്നത്. ഇത് 150 രൂപ. ഇവിടെ നമ്മൾ ആ താഴെ ഇവിടെ 200. ഇങ്ങോട്ടൊക്കെ 200. ഇങ്ങോട്ട് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരത്തെ ഞാനിത് 10-300 രൂപ. എന്നാ സൂപ്പർ കിറ്റ്. സൂപ്പർ കിറ്റാ. അത് സൂപ്പർ കിറ്റാ. കിറ്റ് കിറ്റാ. പരിപാടി എന്നാ പരിപാടി? പരിപാടി ഇങ്ങനെ ഉറങ്ങുക, എഴുന്നേക്കുക, ഉറങ്ങുക. വർക്ക് വരുമ്പോ പോകും, ഉറങ്ങുക. ഈ എത്ര നാൾ കൂടി കാണുവാണ്ടേ? പിന്നെ എത്ര നാൾ കഴിഞ്ഞ് കണ്ടാലും ഒരു മാറ്റമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. 10 കൊല്ലം കഴിഞ്ഞാൽ കണ്ടാലും അതുപോലെ. അയ്യോ, ഇതിനകത്തൂടെ പ്രായമൊക്കെ പറയണോ? ആരും കാണുന്നില്ല. പ്രായം ചോദിക്കല്ലോ, പ്രായം ചോദിക്കരുത്, പ്രായം ചോദിക്കരുത്. അല്ല, ഇവരെ കണ്ടവരിപ്പോ എത്ര പറയും? ഒരിക്കലും ചോദിക്കല്ലോ, പ്രായം മാത്രം ചോദിക്കില്ല, ആരോട് ചോദിക്കില്ല. എന്നാലും ചുമ്മാ പറയാൻ പറയാം. പേടിയല്ലേ? നിന്റെ ആരും കാണുന്നൊന്നുമല്ല വീഡിയോ. നിന്റെ ആരും നിനക്ക് വേണ്ടപ്പെട്ട ആരും കാണുന്നൊന്നും കാണുന്നില്ല. രണ്ടുപേരും ഇവിടെ പോയതാ. കൊടയൊക്കെ വീട്ടുകാർ സ്നേഹത്തോടെ തന്നു വിടും. ഞാൻ എവിടെയാണ് അങ്ങോട്ട് ചെന്നാൽ അതുകൊണ്ട് ഞാൻ മേടിക്കല്ലേ. ഞാൻ ആ കേസ് അറ്റൻഡ് ചെയ്യത്തില്ല. ബൈക്കോ? ബൈക്കില്ല. വാഴ ഉണ്ടായിരുന്നേ, അതൊക്കെ എപ്പോഴേ പോയി. എന്നാ പിന്നെ നിങ്ങൾ വൈദ്യുതൻ ബേക്കറി കയറിക്കോട്ടെ നിർത്താം. ഞാൻ ഇവിടെ വന്നേ. ആ ഒന്നുമില്ല. ജയചാച്ചന് ഇഷ്ടമുള്ള മേടിക്കും. അത് വേണ്ട.
പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കൊച്ചിനൊക്കെ ഉണ്ട് അത്യാവശ്യം. ആ ചെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കാൻ മാത്രം മേടിക്കാൻ ഇതൊക്കെ മതി മതി. ക്യാമറ നിന്നെ ഉണ്ടോ? നീ മെയിനാ. അത് മതി. ദീപമാണ് ദീപം. അതൊരു കാര്യം ചെയ്യാം. നടപടി വല്ലതും ഉണ്ടോ അവളെ? എന്നാത്തേനാവും? ചുമ്മാ നമ്പരാ. അവളെ സ്കൂളിൽ കയറ്റത്തില്ല കേട്ടോ. ആ ആ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് റെഡിയാകും. ഷർട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ കോട്ടും ഈ പാൻറ്റിപ്പം തീരാറായി. ഞാൻ കോട്ടും അടിച്ചു. അതിന് വലിയ സമയം വേണ്ട. അടിച്ചിട്ടേ പോത്തുള്ളൂ. പിന്നെ അടിച്ച് എന്നാൽ ഇറങ്ങി പോരുമ്പോൾ വിളിക്കുവാണോ? താഴെ ഇറങ്ങി ഒന്ന് മേടിച്ചോളാം. നാളെ ഇട്ട് വിടാമല്ലോ. ചിലപ്പോൾ എന്നാന്നറിയോ, ഞാൻ 10-15 12 കുഴപ്പമില്ല. ഉഷയുണ്ടോ? വിളിക്കാൻ പറ്റുമോ ആ സമയത്ത്? വിളിക്കാം. നിങ്ങൾ ഞാൻ നമ്മൾ കാണത്തില്ലേ അവിടെ? അവിടെ വരാം. നമ്പറില്ലേ എൻ്റെ? നമ്പറുണ്ടല്ലോ അല്ലേ? ആ നമ്പറാണോ? ഇറങ്ങി വന്നാ മതി. വരാം. അത് കുഴപ്പമില്ല. അല്ല തീർന്നെങ്കിൽ മതി. ഇനി ചുമ്മാ അല്ല തീരുന്നുണ്ടെങ്കിൽ ഓക്കെ. എന്നാ പോര്, കൊണ്ടുപോര്, എടുത്തോളാം. ഇറങ്ങുമ്പോ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോഴത്തേനും എന്നാലും നമുക്ക് ഇറങ്ങി വരാനും ചേരാൻ സമയം വേണം. ആ അപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിളിക്കണം. അത് കുഴപ്പമില്ല. വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ വിട്ടുവിട്ടുള്ള മഴയായതുകൊണ്ട് കൂടിയാലും കുറയും. മഴ നിൽക്കുമ്പം കുറയും, മഴ പെയ്യുമ്പം കൂടും. അത് ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവസ്ഥ. കാരണം മേളിൽ ഏന്തയാർ ഇളങ്കാട് നമ്മൾ പോയില്ലേ, ഏന്തയാർ ഇളങ്കാട് അവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കൂടും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇവിടുത്തെ മഴ വെച്ച് പറയാൻ പറ്റത്തില്ല അതിൻ്റെ കേസുമായിട്ട്. ഇതാരാ വീഡിയോ ഇതാണ് വണ്ടി. ആ നിങ്ങളെങ്ങോട്ടാ? കുടുംബമായിട്ട്. ഓക്കെ എന്നാ. പാല് തരാമോ? ആ ഓക്കെ എടുക്കുവാണേ. തുറക്കോ? ഇല്ല. എന്നാ മാറ്.
ഇത് അവൻ മേടിച്ച അതേ പച്ചക്കറി കിറ്റ്. അങ്ങനെയാണല്ലേ? സുന്ദരിയേ അയ്യോ ചെടിയായിരുന്നു. വേണ്ട എന്നതിനാ കാർന്ന എന്നതിനാന്ന് പറ. എന്താ പഠിച്ചേ? മേടിച്ചോ? തോക്ക് മേടിച്ചു. തോക്ക് വെടി വെക്കാൻ തന്നെ. പിന്നെ ചോറ് ഇവളും തന്നില്ലേ? അത് ഞാൻ ഒരിക്കലും അവിടെ അടുക്കള കൊണ്ടുപോകും. അത് നല്ല സാധനമാടി. ഒന്നുമില്ലടി ബാഗിനകത്ത് ഒന്നും ഇല്ലെന്നേ. ഒന്നും ഇല്ലെന്ന്. ആ പോയാടി ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ലൈറ്റ് ഇടറി. അല്ല ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. കളയല്ലേ എന്ന് ഹാപ്പി ബർത്ത്ഡേ ആണോ? ഇത് ബ്രെഡ് മേടിച്ച് ജാമ് വെച്ചാൽ മതി. പിന്നെ അതുപോലും നല്ലത്. ഇതിനകത്തുള്ളത് തന്നെയാ.